ക്രോഷ്യ ടൂലിപ്പ് ബാഗിൽ എങ്ങനെയാണ് ടൂലിപ്പ് ഫ്ലവേഴ്സ് ആഡ് ചെയ്യുന്നത് നോക്കാം. ഗ്രീൻ ലീഫ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടൂലിപ്പിന്റെ കളർ വെച്ചിട്ടാണ് അതിന്റെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുന്നത്. അതിനുശേഷം ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3 ചെയ്യും. എന്നിട്ട് പ്രീവിയസ് ലീഫ് പാർട്ടിന്റെ ചെയിൻ 1 ഗ്യാപ്പിലേക്കാണ് ഇനി പോപ്കോൺ സ്റ്റിച്ച് ചെയ്യുന്നത്. എങ്ങനെയാണ് പോപ്കോൺ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഗ്രീൻ ലീഫ് പാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ചെയിൻ 1 ഗ്യാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗ്യാപ്പിലാണ് പോപ്കോൺ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനു വേണ്ടി ഫസ്റ്റ് 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ആ ഒരു ഗ്യാപ്പിലേക്ക് ചെയ്യും. 1 2 3 4. ഇനി 5th ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം വർക്കിംഗ് ലൂപ്പ് കളയാതെ ഹുക്ക് മെല്ലെ ഊരിയെടുക്കും. എന്നിട്ട് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ആ ഒരു വർക്കിംഗ് ലൂപ്പ് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിലൂടെ മെല്ലെ കൊണ്ടുവരും. ദെൻ പാറ്റേണിൽ പറഞ്ഞ പോലെ ചെയിൻ 1, ചെയിൻ 2 ചെയ്യുക. എന്നിട്ട് ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. സോ ടുലിപ്പ് ഫ്ലവറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് പോപ്കോൺ സ്റ്റിച്ച് ചെയ്യുന്നു, ചെയിൻ 1, ചെയിൻ 2 ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ റൗണ്ട് മുഴുവൻ ഈ ഒരു സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് സെറ്റ് പോപ്കോൺ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പോപ്കോൺ സ്റ്റിച്ച് ആണ് ഞാൻ ചെയ്യുന്നത്. 5 ഡബിൾ ക്രോഷ്യേഴ്സ് കംപ്ലീറ്റ് ആയി. വർക്കിംഗ് ലൂപ്പ് അതേപോലെ വെച്ചു, ഹുക്ക് ഊരിയെടുത്തു, ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. ആ ഒരു വർക്കിംഗ് ലൂപ്പ് മെല്ലെ ഞാൻ ഫസ്റ്റ് സ്റ്റിച്ചിലൂടെ എടുത്തു. ചെയിൻ 1, ചെയിൻ 2. സോ ഈ ഒരു പാറ്റേൺ എല്ലാവരും ആ ഒരു ചെയിൻ 1 ഗ്യാപ്പിൽ ചെയ്തെടുക്കാം. ഞാൻ ലാസ്റ്റ് ഗ്യാപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയും നേരത്തെ ചെയ്ത അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. പോപ്കോൺ സ്റ്റിച്ച് 1 2 3 4 5 ഡബിൾ ക്രോഷ്യ. വർക്കിംഗ് ലൂപ്പ് കളയാതെ മെല്ലെ ഹുക്ക് ഊരിയെടുക്കുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നേരത്തെ വർക്കിംഗ് ലൂപ്പ് ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ചിലൂടെ മെല്ലെ കൊണ്ടുവരിക. ഇനി ലാസ്റ്റ് ചെയിൻ 1, ചെയിൻ 2, എന്നിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച്. ഇതോടുകൂടി ബാഗിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ടോ. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ചെയ്തെടുക്കാം.